ഇത് ആപ്പയുടെ ഒരു സൈഡിലെ സ്പ്രിങ് ആണ് കേട്ടോ. അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കൂടി കിടന്ന സ്പ്രിങ്ങിനെ ചൂടാക്കി നിവർത്തി അതിൽ നിന്ന് ഒരു ചുരുളിനെ ഞാൻ വെട്ടിയടർത്തി മാറ്റി. എൻ്റെ ലക്ഷ്യം വലിയൊരു കത്തിയാണ്. ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല കേട്ടോ. എൻ്റെ മറ്റൊരു ചാനലിലെ കണ്ടൻറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനെ നിവർത്തി തലങ്ങനെയും വിലങ്ങനെയും തല്ലി തിമിർത്തപ്പോൾ രൂപത്തിലും നീളത്തിലും മാറ്റം കണ്ടു തുടങ്ങി. ആ മാറ്റം ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ എത്തും വരെ ഒരു ദാക്ഷിണ്യം കൂടാതെ ഞാൻ തല്ലി. ഒടുവിൽ അവൻ മാനസാന്തരപ്പെട്ട് എന്നെ അനുസരിച്ച് ഈ കോലത്തിലായി. ഞായറാഴ്ച ഇറച്ചി മേടിക്കാൻ പോയപ്പോൾ ഒരു കാളക്കുട്ടൻ്റെ ചെറിയ കൊമ്പ് എൻ്റെ കണ്ണിലുടക്കിയത് ഞാൻ ചോദിച്ച് മേടിച്ചു. ജീപ്പിൻ്റെ ലീഫിൻ്റെ ഒരറ്റത്തുള്ള പിച്ചള ബുഷ് കട്ട് ചെയ്തെടുത്ത് ചുറ്റാക്കി മാറ്റി അതങ്ങ് തറച്ച് കയറ്റി. ഭംഗി കൂട്ടം പിച്ചളക്കെട്ടുകൾ നല്ല ഷേപ്പിലേക്ക് രൂപാന്തരം പ്രാപിച്ചു തുടങ്ങി. ഗ്രൈൻഡറിൻ്റെ വീലുകളും ബിറ്റുകളും അതിനുള്ള തിരക്കിലാണ്. അതിനിടയിൽ ഒരുത്തം പോയി ഒരു ഡ്രിൽ ബിറ്റിൻ്റെ കുത്തും കൊണ്ടുവന്നു. കത്തിയുടെ വാല് കൊമ്പ് തുളച്ചിറങ്ങി. മൂർച്ചയ്ക്കായുള്ള ഗ്രൈൻഡറിൻ്റെ പോരാട്ടം വീലുകൾ മാറ്റി മാറ്റിയിട്ട് തുടർന്നു. മൂർച്ച എങ്ങനെ നിലനിൽക്കാൻ കത്തി പഴുത്ത ശുദ്ധജലത്തിലൊന്ന് കുളിച്ചു. വീണ്ടും മിനുക്കുമണികളുടെ ചാരുതയോടെ കത്തി വെളുത്ത നിറത്തിലേക്ക്. കത്തിയിൽ പതിഞ്ഞ ഡിസൈനുകൾക്ക് ഗ്രൈൻഡർ കാരണമായി. പിച്ചളക്കെട്ടുകൾ ആണിയടിച്ചിരുത്തി. കൊമ്പിനെ തുളച്ചിറങ്ങിയ കത്തിവാലിന് കൊമ്പ് കൈവിടില്ല എന്നൊരു ഉറപ്പ് കൊടുത്തു. അടിഭാഗത്ത് ചേർന്ന പിച്ചളയും കൊമ്പിന് ഭംഗിയേകി. ചന്തം ചാർത്തിയ രണ്ട് മുട്ടുകൾ അടിയിലെ പ്ലേറ്റിന് താങ്ങായി നിന്നു. അടിമുടിയൊന്ന് തിളങ്ങി വരാൻ പോളിഷും വീലുകൾ നന്നേ പാടുപെട്ടു. ഒടുവിലവൻ ഇങ്ങനെ പിറവി കൊണ്ടു.